ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കൃഷിലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ കർഷകർ നമ്മളോട് ചോദിക്കുന്നൊരു കാര്യം, റംബൂട്ടാൻ പൂവിട്ടു കായ്ച്ചു, അതിനൊക്കെ നമുക്ക് ഇപ്പോൾ അടിവളം കൊടുക്കാമോ എന്നുള്ള കാര്യം. അപ്പോൾ വളർച്ചയ്ക്കുള്ള വളം കൊടുക്കുന്നത് പൂവിടുന്നതിന് ഒരു 2 മാസം മുൻപേ കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അത് വളർച്ചയ്ക്കും അതുപോലെ തന്നെ ചെടിക്ക് നല്ല കരുത്തുണ്ടാവാനും ഒക്കെ നല്ലതാണ്. കതിരിൽ കൊണ്ടേ നമ്മൾ വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ആരോഗ്യമുള്ള ചെടിയായി അത് വളർന്നു വന്നാൽ മാത്രമല്ലേ അതിൽ നല്ല ആരോഗ്യത്തോടെ കായ്കളും പൂക്കളും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അത് കൊഴിഞ്ഞു പോകുന്നതാണ് നമ്മൾ സാധാരണ കാണുന്നത്. അപ്പം നമ്മുടെ ചെടിയിൽ കായ പിടിക്കുന്നില്ല എന്നും പലരും പറയുന്നതിൻ്റെ കാരണം ചെടിക്ക് ഈ അടുത്തൊന്നും വളം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് 2 മാസം മുന്നേയൊക്കെ ഒന്ന് വളം കൊടുത്ത് വർഷത്തിൽ 2 പ്രാവശ്യം ഒന്ന് വളമൊക്കെ കൊടുത്ത് സെറ്റാക്കി നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മുടെ ചെടിയിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതാണ്. ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ റംബൂട്ടാനും മാങ്കോസ്റ്റിനും അതുപോലെ പല പഴവർഗ്ഗ ചെടികളിലുമൊക്കെ കായ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കായ ആയതിനു ശേഷം കായയുടെ ശരിയായ വളർച്ചയ്ക്കും വലിപ്പത്തിനും അതുപോലെ കറക്റ്റായിട്ടുള്ള രുചികൾ പല ചെടികൾക്കും നമുക്കറിയാം. പഴവർഗ്ഗ ചെടികളൊക്കെ നല്ല രുചിയുള്ള പഴങ്ങളാണ്, പക്ഷെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് അതിന് രുചിയില്ല എന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണം പല പഴവർഗ്ഗ ചെടികൾക്കും അതിനാവശ്യമായിട്ടുള്ള അതിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ ഫ്രൂട്ട് ഡെവലപ്മെൻറ്റിനും ഒക്കെ ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അതിന് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചി ഉണ്ടാകും കായ്കൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ രുചിയും വലിപ്പവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വളമാണ് നമ്മൾ ഇന്നിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ലിക്വിഡായിട്ടുള്ള വളമാണ്. അപ്പോൾ അത് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ സ്പ്രേ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രൂട്ടറാണ്. ഫ്രൂട്ടർ എന്ന് പറയുന്നത് ഫ്രൂട്ട് ഡെവലപ്മെൻറ്റിനുള്ള ഗുണകരമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ലിറ്റർ വെള്ളത്തിൽ 1 ml എന്ന കണക്കിനാണ് എടുക്കുന്നത്. ഇപ്പം നമ്മൾ 10 ലിറ്റർ എടുക്കുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് കൂട്ടി വേണം എടുക്കാൻ. പിന്നെ ഇവിടെ ഞങ്ങൾ അതിൻ്റെ കൂടെ ചേർക്കുന്നത് സ്ട്രെസ് ഔട്ടാണ്. സ്ട്രെസ് ഔട്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ഫ്രൂട്ടർ മാത്രമാണെങ്കിലും മതി, ഫ്രൂട്ട് ഡെവലപ്മെൻറ്റിന് അത് മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സ്ട്രെസ് ഔട്ട് കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഫ്രൂട്ടറിന് ഏകദേശം ഒരു 600 രൂപ റേഞ്ച്, 700 താഴെയായിട്ടാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ കൂടുതൽ പഴവർഗ്ഗ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക്, പച്ചക്കറികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പോലും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ തൂക്കവും കാര്യങ്ങളും ഒക്കെ കൂടുതൽ കിട്ടും. ഇപ്പോൾ വേണമെന്നുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. DTDC വഴി അയച്ചു തരുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് മഴയില്ലാത്ത സമയത്ത് നോക്കി, അതുപോലെ അമിതമായിട്ടുള്ള വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം സ്പ്രേ കൊടുക്കുന്നതാണ് നല്ലത്. എന്നാലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക കേട്ടോ. ഇപ്പോൾ ഒരു ഫ്രൂട്ട് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു 2 പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിൽ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ വാഴക്കൊലക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റും അതുപോലെ തൂക്കവും ഒക്കെ കിട്ടും കേട്ടോ. ഇത് നമ്മുടെ കിങ് റംബൂട്ടാനാണ്. അത് ഏറ്റവും ലാസ്റ്റാണ് ഇതിൽ പൂവും കായും ഒക്കെ ആയത്, പൂക്കളൊക്കെ ഉണ്ടായത് നിറച്ചുണ്ടായിട്ടുണ്ട്. ഈ കിങ്ങിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് എല്ലാ വർഷവും ഒരുപോലെ ഉണ്ടാവില്ല കായ്കൾ എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് എന്താണെങ്കിലും നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്, മുകളിലൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലെ ഐസ്ക്രീം പേരയാണ് കേട്ടോ. ഇതിലും നിറയെ പേരൊക്കെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പേരൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതിൽ നമുക്ക് ഒരുപാട് പേരൊക്കെ കിട്ടിയിട്ടുള്ള ഒരു പേരമരമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഉള്ളിൽ റെഡാണ്, നല്ല അടിപൊളിയാണ്. ഇവിടെയും നമ്മുടെ പറമ്പിലും വേണ്ട കോവയ്ക്ക ഉണ്ട് കേട്ടോ. നല്ല വെയിൽ കിട്ടുന്നുണ്ടെങ്കിൽ കോവയ്ക്കയ്ക്ക് ഒരു പഞ്ഞവും ഇല്ല എന്നുള്ള അവസ്ഥയാണ് നമ്മുടെ ഇവിടുത്തെ കോവലിൻ്റെ കാര്യം. ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു മാങ്കോസ്റ്റിൻ പ്ലാന്റ് ആണ് കേട്ടോ. പറമ്പിൽ നമുക്ക് 100 പ്ലാന്റുകളാണുള്ളത് മാങ്കോസ്റ്റിൻ. അപ്പോൾ അതിൽ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഇപ്പം തന്നെ ബുക്ക് ചെയ്യാം നമ്മുടെ വാട്സപ്പ് നമ്പറിൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇത് നമ്മുടെ ഒരു ജബോട്ടിക്കാബ പ്ലാന്റ് ആണ്. ഇത് നമ്മൾ ഡ്രമ്മിൽ വെച്ചിരുന്നതാണ്. അത് താഴേക്ക് റീപ്ലാന്റ് ചെയ്തതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഇതേ നിറയെ കായ്കളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് ഇനമാണെന്ന് കറക്റ്റായിട്ട് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്